ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. കേരളത്തിലെ BJPയുടെ ചില നീക്കങ്ങൾ കാണുമ്പോൾ ക്രേസി ഗോപാലൻ എന്ന സിനിമയിലെ ഈ സീൻ ഓർമ്മ വരുന്നവരെ കുറ്റം പറയാനാകില്ല. കോൺഗ്രസ് നേതാവ് VR കൃഷ്ണനെഴുത്തച്ഛന്റെ 21ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്താനും അനുസ്മരണ സമ്മേളനം നടത്താനും BJP നേതാക്കളെത്തി. സർദാർ വല്ലഭായ് പട്ടേൽ, PV നരസിംഹറാവു, ചേറ്റൂർ ശങ്കരൻ നായർ എന്നിവരെല്ലാം ഏറ്റെടുക്കാൻ BJP നടത്തിയ നീക്കങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ VR കൃഷ്ണനെഴുത്തച്ഛൻ. മൺമറഞ്ഞു പോയ കോൺഗ്രസ് നേതാക്കളെ അടിച്ചുമാറ്റുകയാണോ BJP? ചരിത്രത്തെ അപനിർമ്മിക്കുകയെന്നതും ചരിത്രത്തിൽ ഇടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയെന്നതും ഒരു ശീലമാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ട് ഉള്ളവരിൽ നിന്ന് കൈക്കലാക്കുകയെന്ന വിചിത്രമായ തന്ത്രം പയറ്റുകയാണ് BJP എന്ന ആരോപണം നേരത്തെ ഉയർന്നതാണ്. VR കൃഷ്ണനെഴുത്തച്ഛൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ മുതിർന്ന നേതാവിനോടുള്ള ആദരവാണ് തങ്ങൾ കാണിക്കുന്നതെന്നും അതിൽ രാഷ്ട്രീയമില്ല എന്നുമാണ് ഇതിനെക്കുറിച്ചുള്ള BJP നേതാക്കളുടെ വിശദീകരണം. എന്നാൽ BJPയുടെ നീക്കം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. ഇനി ആരായിരുന്നു VR കൃഷ്ണനെഴുത്തച്ഛൻ എന്നറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാം. ഗാന്ധിയനായാണ് മരണം വരെയും അദ്ദേഹം ജീവിച്ചത്. പഠനകാലത്ത് മഹാത്മാഗാന്ധിയോടുള്ള ആരാധന അദ്ദേഹത്തെ ജീവിതത്തിലുടനീളം തികഞ്ഞ ഗാന്ധിയനാക്കി മാറ്റി. 1925 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിലും ഗാന്ധിജിയിലും ആകർഷകനായി കൃഷ്ണനെഴുത്തച്ഛൻ പൊതുപ്രവർത്തനത്തിലേക്ക് എത്തിയത്. ഒല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഗുരുനാഥന്മാരുടെ പാത പിന്തുടർന്ന ഖദർ വസ്ത്രധാരിയായി. പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ജോലിയും വക്കീൽ പണിയും ഉപേക്ഷിച്ചു. 1941 S നീലകണ്ഠ അയ്യരും C അച്യുതമേനോനുമായി ചേർന്ന യുവാക്കളെ സംഘടിപ്പിച്ച പ്രജാമണ്ഡലം എന്ന യുവാക്കളുടെ സംഘടനയ്ക്ക് രൂപം നൽകി. 1941 കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രജാമണ്ഡലം പ്രവർത്തകർ രംഗത്തിറങ്ങി. ഓലയും മുളയും ശേഖരിച്ച വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി നൽകി. രോഗികൾക്ക് മരുന്നെത്തിച്ചു. പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരം ശക്തി പ്രാപിച്ചപ്പോൾ പ്രജാമണ്ഡലം പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങി. സമരത്തെ തുടർന്ന് കൃഷ്ണനെഴുത്തച്ഛൻ ഉൾപ്പെടെയുള്ള 125 പ്രവർത്തകർ വിയ്യൂർ ജയിലിലകപ്പെട്ടു. ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അദ്ദേഹം സംഘപരിവാറിനോടോ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടോ താല്പര്യം കാട്ടിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് ചരിത്രം അടിവരയിട്ട് പറയുന്നത്. 2004 മെയ് 13 95ാം വയസ്സിൽ അന്തരിക്കുന്നതുവരെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയധാരയിൽ നിന്ന് അണുവിട ചലിക്കാത്തൊരു മനുഷ്യനെയാണ് മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞ തങ്ങളുടെ ആളുകൂടിയാണെന്ന് വരുത്തി തീർക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത്. കൃഷ്ണനെഴുത്തച്ഛന്റെ മകൻ VK ജയഗോവിന്ദനും കുടുംബവും കുറെ വർഷങ്ങളായി BJPക്കൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് VK ജയഗോവിന്ദൻ. അച്ഛന്റെ അതേ രാഷ്ട്രീയം മകൻ പിന്തുടരണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് മാത്രമല്ല, മകൻ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തെ സ്വീകരിക്കുകയും ചെയ്യാം. മകൻ ഞങ്ങൾക്കൊപ്പമാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് കൂടി ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കരുതുന്നത് ശരിയല്ല. മക്കളോ മക്കളിൽ ആരെങ്കിലുമൊക്കെയോ തങ്ങൾക്കൊപ്പമാണെന്ന് കരുതി പിതാവിനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും തങ്ങൾക്കൊപ്പം വിളക്കിച്ചേർക്കാൻ ശ്രമിക്കുന്നത് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടത് അതിന് ശ്രമിക്കുന്നവരാണ്. പത്മജ വേണുഗോപാൽ ഇന്ന് BJPക്കൊപ്പമാണ് എന്നു കരുതി നാളെ K കരുണാകരന്റെ പാരമ്പര്യത്തെ BJPക്ക് അവകാശപ്പെടാനാകില്ലല്ലോ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളുടെയും അനുസ്മരണങ്ങൾ വിപുലമായി സംഘടിപ്പിക്കുകയെന്നത് കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അപ്രായോഗികമാണ്. കാരണം അത്രയധികം സ്വാതന്ത്ര്യ സമര സേനാനികളായ നേതാക്കൾ ആ പാർട്ടിക്കുണ്ട്. അതിനാൽ തന്നെ പ്രാദേശികമായൊക്കെയാണ് ഇത്തരം അനുസ്മരണങ്ങൾ നടത്തുന്നത്. അങ്ങനെ വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുസ്മരണങ്ങളായിരുന്നു AICCയുടെ ഏക മലയാളി അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെയും VR കൃഷ്ണനെഴുത്തച്ഛന്റെയും ഉൾപ്പെടെയുള്ള അനുസ്മരണങ്ങൾ. അവിടെയാണ് കോൺഗ്രസ് അവരുടെ നേതാക്കളോട് അനാദരവ് കാണിക്കുന്നു, അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടിയാണ്, അതുകൊണ്ട് അവരെ നമ്മൾ ആദരിക്കുന്നു എന്ന വാദവുമായി സ്മൃതി കുടീരത്തിലേക്ക് അല്പം പൂക്കളും കൊടിതോരണങ്ങളുമായി BJP നേതാക്കൾ എത്തുന്നത്. 1925 രൂപീകരിച്ച RSS 22 വർഷത്തോളം ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടും സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന നേതാക്കൾ ഒന്നുമില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഈ കവർന്നെടുക്കൽ എന്നാണ് BJPക്കെതിരെ ഉയരുന്ന ആരോപണം.